ഇന്നിനിപ്പോ എങ്ങോട്ടും പോവാനൊന്നും പറ്റൂല കേട്ടോ. ആരെങ്കിലും വണ്ടി കയറ്റണമെങ്കിൽ നനവ് മാറണ്ടേ. ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിത് എൻ്റെ റൂം ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ട് അടുത്ത ബെലി സിറ്റിയിലേക്കെല്ലാം ഞാൻ പോവാണ്. അപ്പോൾ ഈ റൂമിൻ്റെ ഓണർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ എന്നെ മെയിൻ റോഡിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ ആളെന്തായാലും അവിടെ ആക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചായിരുന്നു, ഞാനിങ്ങനെ ട്രാവൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ. ഇവിടുത്തെ ആൾക്കാർ എനിക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത്. മെക്സിക്കോയിലെ ആൾക്കാരെക്കാട്ടിലും ഫ്രണ്ട്ലി ആയിട്ടാണ് തോന്നിയത് കേട്ടോ. മേ ബി അത് മിക്സ്ഡ് ആൾക്കാരായതുകൊണ്ട് ഓരോ ആൾക്കാരുടെയും കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ആളിവിടെ മെയിൻ റോഡിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഞാൻ ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റ് ഫുഡ് കാണാൻ പറ്റുന്നുണ്ട്. അത് ഫുഡാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഞാൻ ആദ്യം എന്തായാലും പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. ഇവിടുത്തെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് റൈസാണ് കേട്ടോ. റൈസും ചിക്കൻ സ്റ്റൂ എന്ന് പറയും. ചിക്കൻ എന്തോ ഗ്രേവി, അതാണ് ഞാൻ കണ്ടതും കേട്ടതും കഴിച്ചിട്ടില്ല. പിന്നെ ബീൻസും, അതാണ് ഇവിടുത്തെ പ്രധാന ഭക്ഷണം. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ റൈസ് ഉണ്ട്, ചിക്കൻ ഗ്രില്ല്, സോസേജ്, അതൊക്കെയാണ് കാണുന്നത്. ഇവിടെ എത്ര റേറ്റ് എന്നറിയില്ല, ഞാനാദ്യം ചോദിച്ചോട്ടെ. ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കും എല്ലാവരും, അതുകൊണ്ട് കുഴപ്പമില്ല. ഹലോ, ഹായ്. റൈസ് ആൻഡ് ചിക്കൻ ഹൗ മച്ച്? 10. ഓക്കെ, $10 ആണ് കേട്ടോ വരുന്നത്. $10 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റായി. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റൂലേ? സോ വാട്ട് അബൌട്ട് ചിക്കൻ ഓൺലി? 10. ഓ, അപ്പോൾ ചിക്കൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 10 തന്നെയാണ് കേട്ടോ വരുന്നത്. റൈസ് ആൻഡ് ബീൻസ്? Chicken with rice and beans salad and coleslaw is $10. It's like total. Yeah, the whole plate. Come with the rice and beans and the chicken like this. But this one carry one pork. ഓ, ഓക്കെ ഓക്കെ. This one carry one pork. ഓക്കെ, എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. പോർക്ക് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ദിസ് ഈസ് ചിക്കൻ ആൻഡ് പോർക്ക്? Pork, chicken, sausage, everything we have. ഓക്കെ ഓക്കെ. ചിക്കൻ ഉണ്ട്, പോർക്ക് ഉണ്ട്. അവരവിടെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗ്രില്ല് മെയിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രില്ല്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, വിശന്നിട്ട് വയ്യ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്നിനി വൈകുന്നേരം വല്ലതും കഴിച്ചാൽ മതിയായിരിക്കും. ഫുഡ് ഇതാ റെഡി ആയിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുണ്ട്. ചിക്കനും കണ്ടോ, റൈസ് കണ്ടോ, അവർ ഇങ്ങനെ ബീൻസൊക്കെ ഇട്ടിട്ട്, എന്തോ ഒരു ബ്രൗൺ കളറിലെ ബീൻസെല്ലാം ഇട്ട് സോസൊക്കെ ഇട്ടിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇതിന് $10 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടോ. $10 എന്ന് പറഞ്ഞാൽ ഏകദേശം 500 സംതിങ് ആയി, ₹80. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് ഇനി ബെലി സിറ്റിയിലേക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ നോക്ക്, കുറേ നേന്ത്രപ്പഴം ഉണ്ട് കേട്ടോ. ഹായ്. നോ ജസ്റ്റ് ടു സീ. ഇത് നോക്ക്, നേന്ത്രപ്പഴം കണ്ടോ, കുറേ ഉണ്ട്. ഇത് ഒരു പച്ചക്കായിരിക്കില്ല കഴിക്കുന്നത്, കുക്ക് ചെയ്തിട്ടായിരിക്കും കൂടുതലും കഴിക്കുന്നത്. നോ തക്കാളി, ഉള്ളി, മുളകൊക്കെ എനിക്ക് എടുത്ത് തരുവാണ് കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമ്മളെ നേന്ത്രപ്പഴത്തിൻ്റെ ഒറിജിൻ എവിടെയാ? ബ്രസീലാണോ? ബ്രസീലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം ആഫ്രിക്കയാണെന്ന് വിചാരിച്ചു, പക്ഷേ ഈ സൈഡ് എവിടെയാണ്, സൗത്തോ ലാറ്റിനോ, ഓക്കെ ബൈ, ആ സൈഡ് എവിടെയോ ആണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ അത് കൂടുതലും കേരളത്തിലാണ് കാണുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് വേറെ ടൈപ്പ് ഒരു പഴമാണ് കാണാറ്. ഈ നേന്ത്രപ്പഴത്തിന് തന്നെ കുറേ പേരുണ്ട്, ഓരോ നാട്ടിലും ഓരോ പേരാട്ടോ പറയുന്നത്. എൻ്റെ നാട്ടിൽ നേന്ത്രപ്പഴം എന്നാണ് പറയുന്നത്. ഈ ഒരു വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബൈക്കിലാണ്. ഇവിടെ ഹെൽമെറ്റ് മസ്റ്റാണ്. വില്ലേജിൽ കുഴപ്പമില്ല, മെയിൻ സ്ഥലത്ത് സിറ്റിയിൽ പ്രശ്നമാണ്. അപ്പോൾ ആളെന്നെ ഇവിടുന്ന് ഇനി കുറച്ച് മെയിൻ റോഡിൽ എത്താനുണ്ട്, അതായത് വലിയ ഹൈവേ അങ്ങോട്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഓക്കെ ബൈ. എൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട്. ഇന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ നല്ല മഴയാകുമെന്ന് തോന്നുന്നു. ഇന്നലെ ഇടിമിന്നലും മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ഇപ്പം തന്നെ അങ്ങനെ വെയിലൊന്നുമില്ല, ചൂടുണ്ടെങ്കിലും വെയിലൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ മൂടലാണ്, ഫുൾ ക്ലൗഡി ആയിട്ടാണുള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ബെലി സിറ്റിയാണ്. ഇത് നല്ല ഹൈവേ, ഇതാണ് ഇവിടുത്തെ മെയിൻ വലിയ റോഡും ഹൈവേ ഒക്കെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസും ലിഫ്റ്റ് അടിക്കാനും ഈസിയാണ്. അതാണ് ഞാൻ ഇവിടെ വന്ന് നിന്നത്. ആക്ച്വലി ആ പുള്ളിക്കാരൻ വേറെ വഴിക്ക് പോയതാണ്. ഞാനിപ്പോൾ ലിഫ്റ്റ് കാണിച്ചപ്പോൾ കൈ കാണിച്ചപ്പോൾ നിർത്തിയപ്പോൾ എന്നിട്ട് എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ബെലി സിറ്റി ആവുമെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ വന്നാൽ ലിഫ്റ്റ് കിട്ടും. അതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ്. സൺഡേ ആയതുകൊണ്ട് ആൾ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവർ കുറച്ച് ദൂരം ഉള്ളൂ. ഓക്കെ
ബിസ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം വരെയാണ് അവരുള്ളതെന്ന് പറഞ്ഞത്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതുവഴി തന്നെയാണ് ബെലീസിലേക്ക് പോകുന്നത് കേട്ടോ. അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആക്ച്വലി വെയിലുണ്ട്, പക്ഷെ വെയിലില്ല, ചൂടുണ്ട്. പക്ഷെ ഇങ്ങനെ തണൽ വരുന്ന പോലൊരു ഫീലാ, കാറ്റൊക്കെ അടിച്ചിട്ട് സെറ്റാ. അവരിവിടെ ഒരു സ്ഥലം വരെ ഉണ്ടായിരുന്നത്. അവർ ഈ വഴി അങ്ങോട്ട് കാട്ടിലേക്ക് കയറി പോയിട്ടോ. ശരിക്കും കേരളം പോലെ തന്നെയാണ് തോന്നുന്നത് അവിടെ കാണുമ്പോൾ. ഭയങ്കര സ്പീഡിലാണ് വണ്ടികളൊക്കെ പോകുന്നത്. അതുകൊണ്ട് ലിഫ്റ്റ് കിട്ടാൻ തന്നെ കുറച്ച് പാടായിരിക്കും. വണ്ടികൾ കുറേ വരുന്നൊക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ആൾക്കാർ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്. ഇവിടെ വരെ ഉള്ളൂ എന്നുള്ളത്. നല്ല സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. ഇത് കണ്ടാൽ ശരിക്കും കേരളം പോലെ തന്നെയാണ് തോന്നുന്നത്. മറ്റേ അടയ്ക്കയും കാഷ്യൂനട്ടും തേങ്ങയും അങ്ങനെ കറക്റ്റ്. നല്ല മഴ വരുന്നുണ്ട് തോന്നുന്നു. ഇത് വൈകുന്നേരം ഒന്നും ആവില്ല എന്ന് തോന്നുന്നു മഴ പെയ്യാൻ. ഇപ്പം തന്നെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നല്ല ഇരുണ്ട് കൂടിയാണ് നിൽക്കുന്നത്. നോക്ക്, ഈ ഒരു ഏരിയ ഇപ്പം മഴ പെയ്യുന്നുള്ള പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ ഈ സൈഡ് പിന്നെയും കുറച്ച് വെളിച്ചമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മൊത്തം ഇരുണ്ടിരിക്കുന്നുണ്ട്. ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവർ റിവേഴ്സ് എടുത്തിട്ട് വരികയാണ്. കുറേ മുന്നിലേക്ക് പോയിട്ട് വണ്ടി നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട്. ചോദിച്ചോട്ടെ എങ്ങോട്ടാണ്. ബെൽസിറ്റി എത്താനായി ഓൾമോസ്റ്റ്. അങ്ങോട്ടായിരിക്കും. Hi, where are you going? Belly City? Okay? Okay. ആൾ ഓൾറെഡി ബെല്ലി സിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഞാൻ ഈ കാറിൽ ബെല്ലിസിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് 4 പേര് ലിഫ്റ്റ് അടിക്കുന്നുണ്ട്, പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ. അതിവിടെ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ടൊക്കെ ലിഫ്റ്റ് കിട്ടുന്നു കേട്ടോ. ഇറ്റ്സ് വെരി കോമൺ ഹിയർ. ഓക്കെ. എത്താനായിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ബെല്ലി സിറ്റിന്റെ ബോർഡൊക്കെ കണ്ട്. പ്ലീസ് ഒന്ന് ആരുടെയും ഒരു ഓർമ്മയ്ക്ക് ഉണ്ടാക്കിയ ലൈറ്റ് ഹൗസ് ആണെന്നാണ് പറയുന്നത്. ഇത് ഈ പുള്ളിക്കാരൻ കാറിലുള്ള ആളാണ് കേട്ടോ എടുത്ത് പറഞ്ഞത്. അപ്പുറം കാണുന്നത് ബീച്ചാണ്. അപ്പോൾ ഇപ്പം ലാസ്റ്റ് എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഓരോ ഐലൻഡൊക്കെയാണുള്ളത്, അങ്ങോട്ടൊക്കെ പോകാൻ. ഇന്ന് ഫുള്ള് ചത്ത പോലെയാണ് കേട്ടോ കിടക്കുന്നത്. കാരണം ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് ആരുമില്ല. മേ ബി വൈകുന്നേരമൊക്കെ എല്ലാവരും പുറത്തിറങ്ങുമായിരിക്കും. ഇപ്പോൾ ഉച്ച സമയത്ത് ആരുമില്ല. ഫുള്ളിങ്ങനെ ഭയങ്കര ശാന്തമായിട്ട് കിടക്കുകയാണ്. പക്ഷെ ഈ ഏരിയ കാണാൻ നൈസാണ്. ബീച്ചിൻ്റെ ഏരിയാസ് എല്ലാം ഇവിടെ കൂടുതലും ആഫ്രിക്കൻസ് ആണ് കാണാൻ പറ്റുന്നത്. ഈ സൈഡ് മൊത്തം ബീച്ചസ് ആണ് കാണുന്നത്. ഇവിടെ ഒന്നും കാണാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു ടൗൺ ആണ്. ഞാൻ വിചാരിച്ചു ഇതിൽ കൂടുതൽ വലുതായിരിക്കുന്നു, പക്ഷെ അത്ര ഒരുപാടൊന്നുമില്ല കേട്ടോ. അത് ഫുള്ളിങ്ങനെ ബീച്ചിലേക്ക് നടക്കുന്നൊരു വഴി കഴിഞ്ഞ്. ഈ ഒരു ഏരിയ ജസ്റ്റ് ഇത്ര തന്നെയാണ് കാണാനുള്ളൂ. ഞാൻ ഇവിടെ വേറെ എന്തെങ്കിലും കാണാമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ചെറിയ മ്യൂസിയവും അതൊക്കെ കാണാണ്ട്. എല്ലാം ഭയങ്കര ചെറിയ ബിൽഡിങ്സ് ആണ് കേട്ടോ ഇവിടെ കാണുന്നതെല്ലാം. ബെല്ലി സിറ്റി സൺഡേ ഉറങ്ങുവാണ് കേട്ടോ. സൺഡേ അപ്പോൾ ഇവർ മൊത്തം റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. വേറെ മേ ബി രാത്രി ആകുമ്പോൾ അവർ എന്തെങ്കിലും പാർട്ടി അങ്ങനെയൊക്കെ ഇറങ്ങുമായിരിക്കും. അല്ലാത്തപ്പോൾ റോഡിലും കൂടെ അങ്ങനെ അധികം ആൾക്കാരെയൊന്നും കാണുന്നില്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റി അങ്ങനെ പറയാം. എസ്പെഷ്യലി സൺഡേ ആയതുകൊണ്ട് അത് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേ വഴിയിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാം. ഈ കാണുന്നതാണ് മെയിൻ ഒരു ടൗണ്. അതായത് ബെല്ലി സിറ്റി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ടൗണാണ് ഈ കാണുന്നത്. അവിടെ കുറച്ച് ഫുഡൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാ കടകളും തുറന്നിട്ടില്ല, ചില കടകൾ മാത്രം ഓപ്പൺ ആയിട്ടുണ്ട്. മൊത്തം സൈലൻ്റ് ആയിട്ട്. നമ്മളെ നാട്ടിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സൺഡേ പോലെ ഉണ്ട്. എൻ്റെയൊക്കെ നാട്ടിൽ സൺഡേ ഇതുപോലെയാണ്. എല്ലാം ക്ലോസ്ഡ് ആയിട്ട് മൊത്തം ഒരു സൈലൻ്റ് ആയിരിക്കും കേട്ടോ. ഇവർ ഡ്രസ്സ് കടകളൊന്നും തുറന്നിട്ടില്ല. അത് വേറൊരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാവിടെയും സൺഡേ ആൾക്കാരിങ്ങനെ പുറത്തിറങ്ങി എല്ലാവിടെയും പോകുന്നതുകൊണ്ട് കടകളൊക്കെ തുറക്കാറുണ്ട്. പക്ഷെ ഇവിടെ എന്താണെന്ന് അറിയില്ല. ഇവിടെ ആരും അങ്ങനെ പുറത്തു പോകാറില്ല എന്ന് തോന്നുന്നു. ഇന്ത്യൻ ഓക്കെ. കാണുന്ന അവർ രണ്ടുപേരെല്ലാം ഇന്ത്യൻസ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. ദർ ഇസ് ലോട്ട്സ് ഓഫ് ഇന്ത്യൻസ് ഹിയർ. യാ, അതിലെ കുറേ ഇന്ത്യൻസ് എല്ലാം ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് കേട്ടോ. ഈ പറഞ്ഞ പണ്ട് അടിമകളാക്കി കൊടുന്ന സംഭവം തന്നെ. അത് ആഫ്രിക്കൻസിനെ അതെ, ഇന്ത്യൻസിനെ അതെ കണ്ടോ. ചെറിയ ചെറിയ ബിൽഡിങ്സ് ആണ് കേട്ടോ ഇവിടെ കാണുന്നതെല്ലാം. സോ ഇവിടുന്ന് ഞാൻ എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണ്. കാരണം ഇവിടെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ വൈബായിരിക്കും എന്നൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും
ഇതാണ്. പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു ഇതിലാണുള്ളത്. ശരിക്കും നിങ്ങൾക്ക് കാണുന്നില്ലേ, മൊത്തം സൈലൻ്റ് ആയിട്ടാണുള്ളത്. പഴയ ബിൽഡിങ്സ് ആണ് കേട്ടോ കാണുന്നതൊക്കെ. കൂടുതലും മരം വെച്ചിട്ടാണ് ഈ വീടുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, എല്ലാ വീടുകളും അങ്ങനെ മരമായിട്ടാണ്. ഞാൻ ശരിക്കും വിചാരിച്ചില്ല കേട്ടോ ബെലി സിറ്റി ഇത്ര ചെറുതാന്ന്. നമ്മളെ ഓറഞ്ച് വാക്ക് എങ്ങനെ ഉണ്ടോ അത്ര തന്നെയാണ് ഇവിടെയുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഞാൻ ആകെ നോക്കിയിട്ട് ലിക്കറിൻ്റെ ഷോപ്പും കുറച്ച് സൂപ്പർ മാർക്കറ്റും ഉണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. ആരുമില്ല, മൊത്തം സൈലൻസ്. ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണോ? ഓൾറെഡി ചെറിയ രാജ്യമാണ്, പക്ഷെ കൂടുതൽ പോകുന്ന സമയത്ത് ഭയങ്കര ചെറുതായിട്ട് ഫീൽ ചെയ്യാം എനിക്ക്. ഞാൻ ഇതുവഴി നടന്നു പോവാണ് കേട്ടോ. അവിടെ ഒരു എൻ്റെ റൈറ്റ് സൈഡിലും എൻ്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം ഒരു സിമെട്രി കാണുന്നുണ്ട്. പോലീസിൻ്റെ വണ്ടിയാണ് അത്, ഒരു ടാക്സി. ഞാനിതുവഴി നടക്കുമായിരുന്നു. നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റിട്ടുണ്ട്. താങ്ക് യു. അത് ഓൾറെഡി ഇതുവഴി പൊക്കോണ്ടിരിക്കുകയാണ്. ആദ്യം അങ്ങോട്ട് പോകുന്നുള്ളൂ, പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് ലിഫ്റ്റ് തന്നു കേട്ടോ. ബൈക്കിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരമായി ഞാനിവിടെ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഫുൾ എം ടി ആയിട്ട് കിടക്കുകയാണ് റോഡൊക്കെ. ഇടയ്ക്കിടയ്ക്കാണ് ഒരു വണ്ടിയൊക്കെ വരുന്നത്. ലിഫ്റ്റ് അടിച്ച് കയറിയതാട്ടോ. ഞാൻ ചോദിച്ചു ഈ പുള്ളിക്കാരി എങ്ങോട്ടാ പോണേന്ന്. അപ്പൊ എന്നോട് പറയാം അറിയില്ല എങ്ങോട്ടാ പോകുന്നത്, ഞാൻ ലിഫ്റ്റ് അടിച്ച് കയറിയതാന്ന്. നല്ല മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ. നല്ല ഇരുട്ടായിട്ടാണുള്ളത്. ഇപ്പൊ സമയം 3:45 ഉള്ളൂ, എന്നാലും നല്ല ഇരുട്ടായി. Now it will rain. നമ്മളെ മരത്തിന്റെ മുകളിൽ നല്ല ഇരുട്ടാണ്. എന്തായാലും പെയ്യും ഉറപ്പാ. ഇപ്പൊ പെയ്ത് തുടങ്ങിയതുകൊണ്ട് ചെറുതായിട്ട് തുള്ളിയിടുന്നുണ്ട്. ഫുള്ള് നനയും ഇപ്പോൾ. ഞാനിത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു തണ്ണിമത്തം കഴിക്കാൻ നിൽക്കുക. സ്മോൾ പീസ് ഓക്കെ. അവിടുന്ന് അത് കോസ്റ്റൽ ഹൈവേ ആണ്. പിന്നെ ബാൽമോപ്പാൻ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സ്ട്രെയിറ്റ് ആണത്. ആ പുള്ളിക്കാരി അങ്ങോട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അതാണ് ബെലീസിൻ്റെ ക്യാപിറ്റൽ സിറ്റി. എനിക്ക് ലെഫ്റ്റിലേക്കാണ് പോകാനുള്ളത്. മഴക്കാർ നോക്കി മഴ ഇപ്പോൾ പെയ്യുന്നുള്ള പോലെയാണ്, പക്ഷെ നേരത്തെ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരുന്നു. ലാ ഡെമോക്രസിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ആക്ച്വലി മൈൽസ് ആണ്, കിലോമീറ്റേഴ്സ് അല്ല. അപ്പോൾ ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡെല്ലാം. ഇവിടുന്ന് പോകുന്ന വഴി ഗെയിൽസ് പോയിന്റ് 23 മൈല്, മുള്ളിൻസ് റിവർ, ഹോപ്പ് ക്രീക്ക്, ഡാങ്ക്രീഗ, പിന്നെ പ്ലാസൻസിയ. ഇതിലെല്ലാ സ്ഥലത്തും ഞാൻ പോകുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഗെയിൽസ് പോയിന്റിലേക്കാണ് പോകുന്നത്. എന്തൊരു പീസ്ഫുള്ളാണ് നോക്കിയാൽ. ഇടയ്ക്കാണ് ഓരോ വണ്ടിയൊക്കെ വരുന്നത്. സൺഡേ ആയതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ വണ്ടികൾ ഉണ്ടായേനെ. കണ്ടോ, മൊത്തം ഇങ്ങനെ കാടും നല്ല പച്ചപ്പാണ്. എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ശരിക്കും കേരളത്തിൻ്റെ ഒരു വേറെ വേർഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബെലീസ്. എനിക്കിതാ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആള് ഗെയിൽസ് പോയിന്റ് അവിടെ എവിടെയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അവിടെ ഒരു കാർ ഷോ കണ്ടിട്ട് എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ തോന്നിക്കുന്നത്. ഇവിടെ എന്തോ ഒരു അഡ്വഞ്ചർ പാർക്കൊക്കെ കാണുന്നുണ്ട്. കയാക്കിംഗ് ആണെന്ന് തോന്നുന്നു. ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള കയാക്കിംഗ് ഒക്കെയാണ് കാണുന്നത്. വേണ്ട അതിൻ്റെ ബോർഡ്. ഇതിവിടെ മഴ പെയ്ത് കേട്ടോ, നല്ല മഴയാണ് ഇപ്പം. നല്ല രസമുണ്ട് കേട്ടോ ആ റെയിൻബോ ഒക്കെ കാണാൻ. നോക്കിയേ, കുറച്ച് നേരത്ത് നല്ല ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞ്. ഈ ഒരു ഫ്രെയിം തന്നെ കാണാൻ നല്ല രസമുണ്ട്. ആ മഴയും ആ ഒരു മലയും കാടും റെയിൻബോയും എല്ലാം കൂടെ. ഞാനിവിടെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ആൾ പറഞ്ഞു ആൾ ഹോപ്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. സേഫ് അല്ല, അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വില്ലേജാണ്, ഭയങ്കര ഒരു ഹിഡൻ വില്ലേജാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. റെയിൻബോ ഉണ്ടോ നേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓരോ സൈഡിലും ഓരോ പോലെ. ചിലപ്പോൾ നേരത്തെ ഫുള്ളായിട്ടുണ്ടായി, ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ഞാനിതാ ഇതുവഴി നേരെ പോവാണ്. ആക്ച്വലി ഇതൊരു കാടാണ് കേട്ടോ. വരുന്ന വഴിക്ക് മൊത്തം കാടാണ്. നേരത്തെ കണ്ടതൊക്കെ ബോർഡ് കണ്ട് ടേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരെന്തോ നാഷണൽ മൃഗമൊക്കെയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ഗെയിൽസ് പോയിന്റ് മനാത്തി വില്ലേജ്, ഹോം ഓഫ് ദ ഗെയിൽസ് പോയിന്റ് വില്ലേജ് സാനിറ്ററി. ഏതോ സാനിറ്ററി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പോയൊക്കെ നോക്കാം. ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ, ഫുൾ പീസ്ഫുള്ളാണ്. നോക്ക് ചുറ്റും വണ്ടിയോ വേറെ ഒന്നും കാണുന്നില്ല. നല്ല രസമുള്ള സ്കൈയും വഴിയും മാത്രം. ഞാൻ അതുവഴി നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നില്ല വണ്ടി കിട്ടുന്നുള്ളത്. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ നടക്കാനുണ്ട്.
ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവും, അതാണ് പ്രശ്നം. ഇപ്പോൾ 5 മണി ആവുന്നുള്ളൂ, പക്ഷെ ഓൾമോസ്റ്റ് ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ മേ ബി ഞാൻ ചിലപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യും ഈ ഗേൾസ് വില്ലേജിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് നെക്സ്റ്റ് സ്ഥലത്ത് പോയിട്ടായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. പോകുന്ന വഴി ശരിക്കും കാടാണ് കേട്ടോ. ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ തോടൊക്കെ പോലെ വെള്ളമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, കണ്ടോ അങ്ങോട്ടൊക്കെ. ഭയങ്കര സൈലൻസ്. ഇവിടെ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ എന്ന് വിചാരിക്കാം. കണ്ടോ മൊത്തം കാട്, ആൾക്കാരും ഇല്ല, വഴിയിൽ ഒന്നുമില്ല. ചെറുതായിട്ട് മഴയും ചാറിക്കൊണ്ടിരിക്കുന്നു. നല്ല മഴ പെയ്താൽ പണിയാവും, ഒന്ന് കയറി നിൽക്കാൻ പോലും എവിടെയില്ല. മരമൊക്കെ ഉള്ളത് ആ കാട്ടിലാ. മഴ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, നല്ല മഴയാണ് കേട്ടോ. മഴ നനഞ്ഞാൽ ഞാൻ പോണ്. അയ്യോ മൊത്തം നനഞ്ഞുകൊണ്ടിരിക്കുന്നു, ഫുള്ള് നനഞ്ഞു കേട്ടോ, ഫുള്ള് നനഞ്ഞ്. എന്നെ ഒന്നിനും പറ്റൂല, കൊത്ത മഴയാണ്. എന്റെ ബാഗ് ഫുള്ള് നനഞ്ഞത്. പാൻറ്റൊക്കെ പാൻറ്റ് കാണുന്നുണ്ടോ? മൊത്തം നനഞ്ഞ് ഒന്നും ചെയ്യാനില്ല. നല്ല മഴ, ഒന്ന് കയറി നിൽക്കാൻ പോലെ അവിടെ ഇല്ല. ആകെയുള്ളൊരു മരം ഇതാണ്, വേറെ ഒന്നുമില്ല കേട്ടോ. ഒരു റോഡും ഇല്ല. അയ്യോ സോക്സ് ഷൂ ഒക്കെ നനഞ്ഞേ. നാട് റോഡില് വേറെ ആരും ഇല്ല കേട്ടോ. ഇന്നിനിപ്പോൾ എങ്ങോട്ടും പോകാനൊന്നും പറ്റൂല കേട്ടോ. ആരെങ്കിലും വണ്ടി കയറ്റണമെങ്കിൽ നനവ് മാറണ്ടേ. സമയം 5 മണി കഴിഞ്ഞ്. ഇന്നിപ്പോൾ ഗേൾസ് പോയിന്റ് വില്ലേജിലെത്തി. നടന്ന് എന്തായാലും 2 കിലോമീറ്റർ ഉള്ളേ. അവിടെ എന്തായാലും നടന്നെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കാണുമല്ലോ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചോ എങ്ങനെയെങ്കിലും കിടക്കാം. നോക്ക് ഫുൾ നനഞ്ഞ്. എൻ്റെ കാല് നോക്ക് മൊത്തം നനഞ്ഞിട്ടുള്ളത്. വേണ്ട നനഞ്ഞിട്ട് ഒട്ടി പിടിക്കുന്നുണ്ട. നോക്ക് മൊത്തം നനഞ്ഞ് വെള്ളം ഇങ്ങനെ ഒറ്റി വീഴാ. അയ്യോ നടന്നാണ് ഞാൻ എപ്പോൾ എത്തുമെന്ന് എനിക്കറിയില്ല. മഴ കൊള്ളുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. അസുഖമൊന്നും പിടിക്കാതിരുന്നാൽ കൊള്ളാം. കാരണം ഇവിടെ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഹോസ്പിറ്റലോ ഒന്നുമില്ല. ഭയങ്കര എക്സ്പെൻസീവും ആണ്. വെള്ളം നയിക്കണ്ടേ, ഇങ്ങനെയാണെങ്കിൽ വെള്ളമില്ല. വാ പൊളിച്ച് നിൽക്കുക, അപ്പോൾ കുറച്ച് വെള്ളം കിട്ടുമല്ലോ. ഈ ഷൂ എന്തോ പോലെ വന്ന്, ഷൂവിൻ്റെ ഉള്ളിലൊക്കെ നനഞ്ഞ്. അതാ പ്രശ്നം. ഇവിടെ ഒന്നും ഒരു ആരും ഇല്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ ഇവിടെ ഒന്നും. എൻ്റെ ആണെങ്കിൽ സിമ്മും ഇല്ല. ഇന്നലെ സാറ്റർഡേ ആയതുകൊണ്ട് സിമ്മ് കിട്ടിയില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ ആയിട്ട് ഒരു കട പോലും ഇല്ല. ഫുഡ് തന്നെ കിട്ടിയ ഭാഗ്യം. ആകെ രാവിലെ എനിക്ക് ആ ഫുഡ് കിട്ടിയോണ്ട് രക്ഷപ്പെട്ട് അത് കഴിച്ച്. വേറെ ഒന്നുമില്ല കേട്ടോ. ഈ റോട്ടിൽ എവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാണുന്നുണ്ട് ചെറിയ ചെറിയ രീതിയിൽ. ഓ അങ്ങനെ എപ്പോൾ എത്തുമെന്ന് അറിയില്ല നടന്നിട്ട്. ഒരു ഫുൾ നാച്ചുറലായിട്ടുള്ള ബന്ധമാണ്. കാരണം ഫോണില്ല, നെറ്റ്വർക്കില്ല, വേറെ ആരുമില്ല, ഒന്നുമില്ല. റോഡുണ്ട്, ഭാഗ്യം. റോഡുള്ള എന്തോ ഭാഗ്യമാണ്. ഞാൻ പേടിച്ച് പന്നി ബഗ് അമ്മ ഒരു എന്തോ വന്ന് ഇടിച്ചു. ഞാൻ പേടിച്ചു. എന്നോടില്ലേ നേരത്തെ വണ്ടിയിൽ കയറിയ ആൾ എന്നോട് ചോദിച്ചു ബഗിൻ്റെ സ്പ്രേ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോസ്കിറ്റോൻ്റെ ഉണ്ട്. ബഗിൻ്റെ സ്പ്രേ വേണം. ഇവിടെ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഫുൾ ബഗ്സ് ആയിരിക്കും. പിന്നെ മലേറിയ, എബോള അങ്ങനത്തെ എന്തൊക്കെ അസുഖങ്ങളുണ്ട്. ഇതിനൊക്കെ ഉള്ള പ്രിക്കോഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോകുമെന്ന് പറഞ്ഞ്. എന്നോട് അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാട്ടോ. ഞാനിപ്പോൾ ആ കാറിൽ തന്നെ ആയിരുന്നെങ്കിൽ മഴ നനയില്ലായിരുന്നു. സാറില്ല, കുറച്ച് അഡ്വഞ്ചർ പിടിച്ച്. ഈ കാട്ടിലൊക്കെ മൃഗങ്ങളുണ്ടോ എന്തോ. കാരണം പോകുന്ന വഴിക്കൊക്കെ ആ മൃഗങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ടായി. ഉണ്ടെങ്കിൽ അത് അറ്റാക്ക് ചെയ്യാണ്ടിരുന്നാൽ മതി. അടുത്ത് വന്നാലും അറ്റാക്ക് ചെയ്യാതിരുന്നാൽ പ്രശ്നമല്ല. അങ്ങോട്ടതേ റോഡ് മാത്രമായിട്ടോ കാണുന്നത്, ഒന്നും കാണുന്നില്ല. ഒരു ഷെഡോ ആൾക്കാരോ ഒന്നുമില്ല. എത്ര നേരമായി ഞാൻ തൊഴി നടക്കുന്നത്. എന്നിട്ട് ഒരു വണ്ടി പോലും ഇതൊഴിയൊന്നും വന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ മൊത്തം നനഞ്ഞ് പിഴിഞ്ഞ്. മഴ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട് മഴ. ഉണ്ട് അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഫൈനലി എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൽ ഓൾറെഡി ഫുള്ളാണ് സാധനങ്ങളൊക്കെ. എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, രക്ഷപ്പെട്ടു ഞാൻ. പോലീസ് സ്റ്റേഷൻ ഉണ്ടായിട്ടോ, പോലീസ് സ്റ്റേഷൻ ഉണ്ടായത് അവിടെ. ഗേൾസ് പോയിന്റ് പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ഒരു 50 മിനിറ്റോളം നടന്നിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ കിട്ടിയാനെ. ഇവിടെ ഇപ്പോൾ ചെറിയ വില്ലേജൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് മാവൊക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്.
ഇതിലാകെ 1.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ 2.5 കിലോമീറ്ററിൽ ഒരു 1 കിലോമീറ്റർ എന്തായാലും നടന്നിട്ടുണ്ട് ആ മഴയത്തെല്ലാം. ഇതൊക്കെ നമുക്ക് ചെറിയൊരു വീടൊക്കെ കാണുന്നത്. വീടാണോ എന്തോ, വീടാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇത് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവിടെ വരെ ഉള്ളോ? ഹായ്. അവരിവിടം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മഴയാണ്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് നടക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇതാ ഇവിടെ ഒരു വീടുണ്ട്, ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ യാ ഓക്കെ. Can I stay here for a few minutes? Come on. Okay. Let's not your heart be covered. Get out of the rain. Okay, thank you. അവിടെ കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഞാനിത് അവിടെ കയറി ഇരിക്കുവാണ്, അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഹായ്, how are you? Oh, I am very well, thank you. Okay. Yeah. What's your good name? My name is Alpheus. Okay. Yeah. I'm Arunima from India. Okay, there. Yeah. Welcome. താങ്ക് യു. നല്ല ആൾക്കാരാണ് കേട്ടോ. അവിടെ ഒരു 10-20 ആൾക്കാരുണ്ട്. എല്ലാവരും ഇവിടെ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്കറിയില്ല. അവർ വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ല, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് എടുത്തോന്ന് അവർ പറയുന്നത് കേട്ടോ. ഇവിടുന്ന് ഈ കാറിൽ കയറിയിട്ടുണ്ട്. എൻ്റെ ബാഗൊക്കെ അവിടെ ആ വീട്ടിൽ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ നൈസാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവർ പറഞ്ഞു സേഫാണ്, ബാഗ് അവിടെ വെച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ബാഗ് മാത്രം എടുത്തു. അതിൽ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് ഞാൻ അവിടെ വെച്ചില്ല. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇവിടുത്തെ ലാസ്റ്റ് പോയിന്റിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ വില്ലേജിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജാണ്. നോക്കി ഇവിടുത്തെ വീടാണെങ്കിലും ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും നല്ല രസമുണ്ട് കാണാൻ. ഇതെല്ലാം കാഷ്യൂ നട്ടാണ് കേട്ടോ. കാഷ്യൂ നട്ടിൻ്റെ ഇതാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും കേരളം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ആരൊക്കെയുണ്ട്? We normally shop here. ഓക്കെ. You need to buy anything, you're welcome anytime, you know. ഓക്കെ. അതൊരു ഷോപ്പാണ്, സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ചെറിയൊരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കടലെത്തും. അവിടെ ആ സൈഡിൽ തന്നെ കടൽ കാണാൻ പറ്റുന്നുണ്ട്, വൈറ്റ് കളർ കണ്ടില്ലേ. ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ ഫിഷിങ് ചെയ്താണ് ജീവിക്കുന്നത് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും ആഫ്രിക്കയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ എനിക്ക് ഫീൽ ചെയ്യാം. ഇവിടുത്തെ കാണുന്ന ആൾക്കാരാണെങ്കിലും പണ്ടത്തെ കാലത്ത് അവർ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവർക്കാർക്കും അറിയില്ല ഏത് രാജ്യത്തു നിന്നാണ്, എങ്ങനെയാണ് ഇവിടെ എത്തി, അതൊന്നും അവർക്കറിയില്ല. ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത്, പക്ഷെ അവർക്കൊരു ക്ലൂ പോലും ഇല്ലെന്നാണ് പറയുന്നത്. നല്ല രസമുള്ള വില്ലേജും അടിപൊളി കേട്ടോ. വീടുകളെല്ലാം മരമായിട്ടാണ് ഉണ്ടാക്കുന്നത്. താഴത്തെ ഭാഗമില്ല, അതിന് ഫ്ലഡ് വരുന്നോണ്ടായിരിക്കും തോന്നുന്നു. താഴത്തെ ഭാഗം ഇങ്ങനെ അവർ ഉയർത്തി പൊക്കിക്കുന്നത് കണ്ടോ. ഇത് കാണുന്ന സമയത്ത് എനിക്ക് കംബോഡിയ ലാവോസ് ഒക്കെയാണ് ഓർമ്മ വരുന്നത്. കംബോഡിയ ലാവോസിലൊക്കെ മുന്നേ അങ്ങനെ എന്താ പറയുക, അതായത് ആ വീടുകളൊക്കെ അതുപോലെയാണ് ഉണ്ടാവാറ്. അതിനിടയിൽ ഇത് ഇവിടെ ഒരു വലിയ വീട് കാണുന്നുണ്ടല്ലോ. ഇത് റിസോർട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഹായ്. കയാക്കിങ് കഴിഞ്ഞിട്ട് വരുവാന്ന് തോന്നുന്നു. കയാക്കിങ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. ടൂറിസ്റ്റുകളാന്ന് തോന്നുന്നു കണ്ടിട്ട്. മാപ്പിൽ കണ്ടോ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് കണ്ടോ. ഈ അറ്റത്തേക്കാണ് ഞാൻ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ചുറ്റും കടല്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലഗൂൺ ഉണ്ട് എന്നാണ് പറയുന്നത്. സദേൺ ലഗൂൺ അങ്ങനെയാണ് ഇത് മാപ്പിൽ കാണിക്കുന്നത് കണ്ടോ. സദേൺ ലഗൂൺ എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. ഇവിടെ പഴയ ഒരു വീടൊക്കെ കാണുന്നുണ്ട്, പൊളിഞ്ഞു പോയത്. ഇവിടെ ഒന്നും ആൾ താമസമില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മാംഗോ ഒക്കെ കുറേ ഉണ്ട്, സീസൺ കഴിഞ്ഞത്. പറങ്കി മാങ്ങ അതുണ്ടല്ലോ, കാഷ്യൂനട്ട് അതെല്ലാം പൂത്ത് വെക്കുന്നുണ്ട്. കാഷ്യൂൻ്റെ അതെല്ലാം കഴിക്കാൻ തോന്നുന്നുണ്ട്. കുറേ നാളായിട്ട് അതൊന്നും കഴിച്ചിട്ടില്ല. Even here lots of cashews. Mangoes, cashews. This building here, this is called a community center. Community center? Yeah, where the villagers they come and they meet. Oh, okay. Yeah, where we have big parties and so on, you know. Okay. Look. ഇവിടെ ചെറിയ വീടുകളാണ് കാണുന്നത്. Oh, what's that? Okay. കണ്ടോ ഇവിടെ എല്ലാം കാഷ്യൂ മാംഗോ ഇതാണ് മെയിൻ. എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജ്. ഞാൻ വരാതിരുന്നതിന്റെ മോശമാണ്. ഓക്കെ, ദിസ് ഇസ് ദ ചർച്ച്. ഓക്കെ. ഇത് ഇവിടുത്തെ പള്ളിയാണ് കേട്ടോ, ചേർച്ചാണ്. അപ്പം എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ഒരു എന്താണെന്ന് അറിയില്ല. കണ്ടോ പച്ച കളറിൽ. ഓക്കെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പാസ്റ്ററിനെ. ഓക്കെ, വീടുകളൊക്കെ ഇവിടെ അടുപ്പിച്ച് കാണുന്നുണ്ട്. എൻ്റെ അമ്മ എന്തായാലും ശരിക്കും മഴക്കാലം പോലെ ഉണ്ട്. ഇപ്പോൾ സമ്മറാണ്, മഴക്കാലമല്ല. മഴക്കാലം ഇപ്പോൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കേരളത്തിൻ്റെ അതേ ക്ലൈമറ്റും അതേപോലത്തെ സീസണാണ്. സമ്മറല്ലേ നമ്മുടെ നാട്ടിലിപ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ജൂണിലൊക്കെ തന്നെയാണല്ലോ മഴ പെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ആ സ്കൈ നോക്കി, ആ സ്കൈ കാണാൻ തന്നെ എത്ര ബ്യൂട്ടിഫുള്ളാണ്. നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ അറ്റത്തെത്തി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ട്
വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ. സംസാരിക്കുമ്പോഴൊക്കെ അവർ എല്ലാവർക്കും ഹായ് ബായ് ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു വില്ലേജ് ലൈഫ് ഉണ്ടല്ലോ, ബെല്ലിസിൻ്റെ വില്ലേജ് ലൈഫ് എല്ലാം കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അതുപോലെയാണ്. അതേ കുറേ മാംഗോസ് എല്ലാം ഉണ്ട് കേട്ടോ. മാങ്ങ കാണുമ്പോൾ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. വേറെ എന്തൊക്കെയോ ചെടികളുണ്ട്. This is where we normally have boat race Okay. out here, and a lot of people come around and gather here, hundreds. Okay. Yeah. This is somebody's home? Yeah, yeah, somebody's home here. Okay, okay. This is Alessandro's house. This also? This is for a lawyer. Okay. Yeah, this is another retiree guy that was living in the US. Okay. ഈ വീടൊക്കെ US-ലുള്ള ആൾക്കാരുടെയാണ് കേട്ടോ. അപ്പോൾ അവർ റിട്ടയർഡ് ആകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് നിൽക്കാൻ, അതായത് ഇവിടുത്തെ ആൾക്കാരാണ്, പക്ഷേ ജോലി റെഡി ആയിട്ട് US-ൽ പോയി പൈസയൊക്കെ ഉണ്ടാക്കി സെറ്റായ ആൾക്കാരാണ്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ വയസ്സാവുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് പോവുക. അതിനു വേണ്ടി അവർ വീടൊക്കെ ഇവിടെ കെട്ടി വെച്ചേക്കുവാണ്. നല്ല രസമുള്ള സ്ഥലം. എന്തായാലും ഞാൻ ഇവിടെ വന്നില്ലായിരുന്നു, ഇതൊക്കെ എനിക്ക് മിസ്സായേനെ കേട്ടോ. കുറേ ഡോഗ്സ് ഉണ്ട് കേട്ടോ അവിടെ, എഴുതി വെച്ചിട്ടുണ്ട് വെയർ ഓഫ് ഡോഗ്സ് എന്നെല്ലാം. ഇവിടെ എല്ലാം വന്ന് എവിടെ അയ്യോ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഡോഗിൻ്റെ. ഓ കലിപ്പാണ്. എന്തോരാ കണ്ടാ നോക്കി. കാണുമ്പോ തന്നെ പേടിയാവുന്നു കേട്ടോ. ഇതാണ് അപ്പൊ അതിന്റെ ഏറ്റവും ലാസ്റ്റ് സ്ഥലം കേട്ടോ, അല്ല ഗുണ്ടെ കണ്ടോ, നല്ല രസമുള്ള സ്ഥലം. അപ്പൊ ആ ഡോഗല്ല ഉള്ളത് അവിടെ. കുറെ ആൾക്കാർ ഇതേപോലെ US എന്നൊക്കെ വന്ന് സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരുടെ വീടാണ്. അതാണ് കുറെ ഡോഗ്സ് എല്ലാം. നമുക്ക് ആ ഫ്രെയിം നോക്കി, ഫ്രെയിം കാണാൻ തന്നെ എന്ത് രസമാണ്. ഏറ്റവും എൻ്റെ എത്തി ഇവിടുന്ന് ഒരു 2 മൈൽസ് നീന്തി കഴിഞ്ഞാൽ കരീബിയൻ സീ എത്തും കേട്ടോ. ഇവിടെ ഈ റോഡ് കണ്ടോ, റോഡ് തന്നെ മൊത്തം ഇങ്ങനത്തെ സ്റ്റോൺസ് ആണ്. നല്ല രസമുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഒരു പോലീസ്മാൻ ഉണ്ട്, പുള്ളിക്കാരൻ അവിടെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാങ്ങ വേണമെന്ന്. അപ്പോൾ എന്നിട്ട് മാങ്ങ എടുക്കാൻ വേണ്ടി പോയേക്കാം, അവിടെ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ മാങ്ങയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. അപ്പോൾ ഞാനത് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആളത് എടുക്കാൻ പോയിട്ടുണ്ട്. എനിക്ക് മാങ്ങ കൊണ്ടു തന്നിട്ടോ. യെസ്, താങ്ക് യു. ആ യാ ഇറ്റ്സ് ഗുഡ്, താങ്ക് യു. നോക്കി മാങ്ങ 2 എണ്ണം തന്നിട്ടുണ്ട്. രക്ഷപ്പെട്ട്. ഹായ്, ഹൗ ആർ യു? Yeah, we're good. You play DJ? Yeah. Okay. Best. Okay. Okay. That's right. Okay. ഇവിടെ ഇവർക്ക് കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിലെ DJ അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. ഡ്രംസ് ഒക്കെ കൊട്ടും, പാട്ടൊക്കെ പാടും. ബൈ ബൈ. ഇതൊക്കെ റെഡ് സ്നാപ്പർ ആണ് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും ഫിഷിംഗ് ആണ് ജോലി. ഭയങ്കര വലുതാണ് കേട്ടോ. എനിക്ക് കണ്ടിട്ട് കൊതിയാവുന്ന കഴിക്കാൻ. ഇവർക്ക് കുറേ ടൈപ്പ് ഫിഷുകൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അവർ വിൽക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഈ ഫിഷിംഗ് തന്നെ ഫിഷാണ്. ഇടയ്ക്ക് ഇതുവഴി വണ്ടിയൊക്കെ പോകട്ടോ. അപ്പോൾ അവർ വണ്ടി കാത്തു നിൽക്കുകയാണ്. കണ്ടോ ആ ഒരു വണ്ടി പോകുന്നുണ്ട്. അതിൽ കയറാനാണെന്ന് തോന്നുന്നു, അതോ വേറെ വണ്ടിയാണോ എന്നറിയില്ല. അതിൽ കയറാനാണെന്ന് തോന്നുന്നുണ്ട്. അവരെല്ലാവരും അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ആഫ്രിക്കയിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കറക്റ്റ് അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ സംസാരമായാലും കൾച്ചറായാലും എല്ലാം. How you speak? No. English or which language? It's broken English. Creole? That is called Creole. Creole. Yeah. Okay. Like for argument's sake, if I would say in English, I would say come here. In Creole, it would say Koya. Koya. What your name? What your name? What is your name? Yeah. Where part you going? Where are you going? Oh.
Oh, that's different. Oh, it's just broken. It's broken. Yeah. It's not English. No, it's not. It's not. Creole, eh? Yeah, Creole. Yeah, it's like a part of the African descent. You know. Okay, Yeah. Creole. Creole. Yeah. Okay. But I speak Creole and I speak English. Okay. But because I've been so exposed, I am a little more comfortable delivering myself when I speak English. Okay. Because I've been in the tourist business for years, Okay. you know. Okay, I'm gonna go back to this now. My grandma, okay, they speak Creole, Okay. but the way how they used to talk, they would say, "Da huda dat." What's that? Listen, da huda dat, the hala dat, da huda dat. What's that? Okay, they, for argument's sake, if she's in her house and somebody yells something that doesn't sound right, that is rude, she'll want the who da that, like who is that? Oh, the who da that? The hala that. The ha da Yeah, the hala, shouting like that. The who da that, like who is being so rude, you know what I mean? Okay, okay. Yeah. Yeah. But they used to speak a little different from us. Real broad and raw Creole. Okay. Yeah. Creole. Yeah. Creole. The young- Creole is like a community or the language? I don't know. It's a broken English, yeah, it's Creole. It's a, Creole. Okay. Yeah, yeah. Okay. Thanks for the information. No problem I at didn't all. know about that before. yeah, Okay. yeah. ഞാനിവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ചതിന് ശേഷം ഇവര് പള്ളിയിൽ എനിക്ക് താമസം തരാന്ന് പറഞ്ഞു, അവിടെ താമസിക്കാന്ന് പറഞ്ഞു. ഇതിന്റെ പേര് ഒരു ക്രിയോളെ ബ്രെഡ് എന്നാണ്, ഒരു ടൈപ്പ് ബണ്ണാണ്. ക്രിയോളെ ബണ്ണാണ് പറഞ്ഞ്. ഫിഷ് ഫ്രൈ ഉണ്ട്, അതിൽ ഫിഷിൽ എന്തൊക്കെയോ ഇട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് പള്ളിയിലേക്ക് പോകാൻ. ആക്ച്വലി ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നിട്ടുള്ള ആ പുള്ളിക്കാരനാണ് പള്ളിയിലെ പാസ്റ്റർ. അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ആളോട് ഹായ് എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാം, ലിഫ്റ്റ് തന്നതിന് താങ്ക് യു എന്നൊക്കെ പറയാം. എന്നിട്ട് ഞാൻ എന്തോ പറഞ്ഞ് ഞാനിവിടെ ഇവിടുത്തെ പാസ്റ്ററിനെ കാണാൻ വന്നയാന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറയാ ഞാൻ തന്നെയാണ് എന്ന്. അപ്പം ഞാൻ ഷോക്കായിപ്പോയത്. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് ഓരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇന്നലെയാണോ ഇന്നാണോ മദേഴ്സ് ഡേ എന്ന് എനിക്കറിയില്ല. ഇന്നലെയാണോ ഇന്നാണോ എന്നാന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇവരുടെ ഓരോ വില്ലേജിലേക്ക് കൊണ്ടുവിടാണ് കേട്ടോ. ഈ വില്ലേജിലെ മൊത്തം ആൾക്കാരുണ്ട്. കുറേ ട്രിപ്പ് ഓരോ റൗണ്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫുട്ബോൾ മെയിൻ ആവുന്നു, ഫുട്ബോൾ കളിക്കുന്നുണ്ട് എല്ലാവരും. നമുക്ക് നല്ല രസമുള്ള അമ്പിളിമാമനൊക്കെയാണ് കേട്ടോ. കല്യാണം വീട്ടിൽ പോയ പോലെ ഒച്ചയും ബഹളവും ഇതൊക്കെയാണ് കേട്ടോ. ഡി ജെ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പിള്ളേരും. ഈ സെലിബ്രേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. മൈക്ക് എടുത്തിട്ട് എല്ലാവരും ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഈ ഒരു ടീഷർട്ട് തന്നിട്ടുണ്ടോ, ഗോൾഡ് ഫിഷ് സ്വിം സ്കൂൾ എന്ന് പറഞ്ഞ സ്വിമ്മിങ് സ്കൂളിന്റെ എന്തോ ഇതാണ്. ഇവിടെ അവര് എനിക്ക് തോന്നുന്നു പള്ളിയിലെ സ്വിമ്മിങ് ഈ തൊട്ടപ്പുറം എല്ലാം ഇതാണല്ലോ, കായലും കടലൊക്കെ ആണല്ലോ, പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവരെനിക്ക് 2 എണ്ണം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് എൻ്റെ അടുത്ത് 2 വെക്കെന്ന് പറഞ്ഞിട്ട് 2 എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് കുഴപ്പമില്ല, അത്യാവശ്യം ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, എന്നാലും ഓക്കെ അങ്ങനെയാണുള്ളത്. ഇതാണ് ഞാനപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം കേട്ടോ. നല്ല ബെഡ് ഉണ്ട്, ഫാൻ ഉണ്ട്, AC ഉണ്ട്, 2 ഡോം ഉണ്ട്. ഇപ്പം എൻ്റെ കൂടെ 3 പേര് 4 പേരുണ്ടെങ്കിൽ ലാവിഷായിട്ട് കിടക്കാനുള്ളതുണ്ട്. നല്ല വാഷ്റൂം ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. നോക്ക്, ഞാൻ ആ വണ്ടിയിൽ, ആ പാസ്റ്ററിൻ്റെ വണ്ടിയിലാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് വന്നത്. അതാണ് ഞാൻ വണ്ടറാവുന്നത്, എനിക്കത് അറിയില്ലായിരുന്നു. ഇത് പുതിയ റൂമാണ് കേട്ടോ. ഇത് പെയിൻ്റൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരെല്ലാം മരം കൊണ്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയത് കണ്ടോ. അതിൻ്റെ ആ ഒരു പുതുമണം പോയിട്ടില്ല. റൂമിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ, അപ്പം തൊട്ട് നനഞ്ഞിരിക്കുകയാണ് കേട്ടോ. മേലൊക്കെ ഇങ്ങനെ ഒട്ടിയാണ് ഇരിക്കുന്നത്, നനഞ്ഞ് ഒരുമാതിരി വൃത്തിയിട്ട ഫീലാണ് ഇപ്പം. ഞാനിത് അവിടെ കിടന്നിട്ടുണ്ട്. അപ്പം ഇനി ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സോ ഈ വീഡിയോ ഇതോടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.